നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 593. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 593. കഴിഞ്ഞ എപ്പിസോഡിലെ 90-ാം സർഗത്തിലെ 41-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം പറഞ്ഞു നിർത്തി. കംസൻ തനിക്കേകിയ മംഗളാജ്ഞ വഹിച്ച മൂർധാവിൽ മഹാനുഭാവൻ നേരം പുലർന്നിടുവതിന്നു കാത്തുകൊണ്ടേറെ മിന്നിച്ചു നിജനികേതം എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അത് കഴിഞ്ഞ് 91-ാം സർഗം, അതിൻ്റെ പേര് കേശിവധം. ഈ കേശി എന്ന അസുരനെ വധിക്കക്കാരനാണ് ഭഗവാന് കേശവൻ എന്നുള്ള പേര് കിട്ടിയത്. അപ്പം അതിലെ 1-ാമത്തെ ശ്ലോകം, കടിഞ്ഞാണേതുമില്ലാത്ത കൂറ്റൻ കുതിരയായുടനണഞ്ഞാൻ ഗോകുലത്തിങ്കൽ അന്തിക്ക് അന്നൊരു ദാനവൻ. കടിഞ്ഞാൻ ഏതുമില്ലാതെ, അതായത് കുതിരനെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണിൻ്റെ മുകളിലാണ്, അതൊന്നും ഇല്ലാതെ കണ്ട കൂറ്റൻ കുതിരയായുടൻ അണഞ്ഞാൻ ഗോകുലത്തിങ്കൽ അന്തിക്ക് അന്നൊരു ദാനവൻ. കേവലം കുഞ്ചിരോമത്താൽ മേഘം തല്ലിത്തകർക്കയാൽ. എന്താ ഒരു എക്സ്പ്ലനേഷൻ! കേവലം കുഞ്ചിരോമത്താൽ, ഈ കുതിരയുടെ കഴുത്തിലുള്ള രോമങ്ങളെയാണ് കുഞ്ചിരോമങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ കുതിര ഓടുമ്പോൾ എന്ത് സംഭവിക്കണം? ഈ കുഞ്ചിരോമങ്ങൾ മേലോട്ട് വരുന്ന മേഘങ്ങളെ തല്ലി തകർക്കണമെന്ന് പറയുമ്പോൾ ആ കുതിരയുടെ ഒരു ആകാരം നമ്മളൊന്നും ഭാവനയിൽ കാണുക. എത്ര തന്നെ എക്സാജറേഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മേഘം തല്ലി തകർക്കയാൽ കേശി എന്ന് ഉലകാകെയെങ്ങും പേരിയെന്ന മഹാസുരൻ കേശി എന്നാണ് പേരുണ്ടായത്. കാലകർമ്മ സ്വഭാവാദി മായാസാമാന്യ ശക്തികൾ. കാലകർമ്മ സ്വഭാവാദി എക്സെട്ര എക്സെട്ര എക്സെട്ര, കാലം കർമ്മം സ്വഭാവം എക്സെട്ര 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 എക്സെട്ര, മായാ സാമാന്യ ശക്തികൾ ബാധിക്കുകയില്ല എനിക്കെന്നോർത്ത് അമരും മന്ദബുദ്ധികൾ. മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധി ഇല്ലാത്തവരല്ല, ബുദ്ധി അധികം ഉണ്ടെന്ന് വിചാരിക്കണവര്. ബുദ്ധി ഉണ്ടവർക്ക്, ബുദ്ധി അധികം ഉണ്ടവര്. ഈശ്വരീയതയെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെന്നർത്ഥം. ഇതിപ്പോൾ എങ്ങനെ വിചാരിച്ചാൽ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ആമയും മുയലും കൂടി ഓടിയ പോലെ, അല്ലേ? അപ്പോൾ ഞാൻ സദാസമയത്തും ഒരു ആമയായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആമമല്ലേ പോളൂ. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ. പക്ഷെ ഭഗവാൻ അത് എത്ര ഉയരത്തേക്കാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. അതാണ് ഭഗവാൻ അസാധ്യമായിട്ട് ഉള്ളതൊന്നുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും കൺവിൻസ് ആയാൽ നമ്മൾക്ക് പരിഭ്രമം നിൽക്കും. ഇപ്പം നമ്മൾക്ക് പരിഭ്രമം എന്താ? ഭഗവാൻ നമ്മളെ രക്ഷിക്കില്ലേ? രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കണം. അത് സാധ്യമാണോ? സാധ്യം. അപ്പം എന്തോ ആവട്ടെ. അപ്പം കാലകർമ്മ സ്വഭാവാദി മായാ സാമാന്യ ശക്തികൾ ബാധിക്കുകയില്ല എനിക്കെന്നോർത്ത് അമരും മന്ദബുദ്ധികൾ. പ്രപഞ്ചൈക നിയന്താവായി മിന്നും മായാധിനാഥനെ. പ്രപഞ്ചൈക നിയന്താവായി മിന്നും മായാധിനാഥനെ. ഭജിച്ചവയിൽ നിന്നേതും ഉയരാൻ യത്നമെന്നിയേ. ഭജിച്ച് അവയിൽ നിന്നേതും, പ്രപഞ്ചത്തിലുള്ള മായേനെ ജയിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കണം. അപ്പോഴാണ് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അല്ല ഞാൻ ഈ പ്രാപഞ്ചിക മായയിൽ കടന്ന് നട്ടം തിരിയാണ് എന്ന് എല്ലാവരോടും കൂക്കി വിളിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല.
അതിൽ നിന്ന് തലയൂരാനുള്ള വഴികൾ ഭഗവാൻ പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് കേൾക്കണില്ല നമ്മൾ? അപ്പോൾ ഭജിച്ചവയിൽ നിന്നേതും ഉയരാൻ യത്നമെന്നിയേ കൃതാർത്ഥരായി കൃതാർത്ഥരായേ മരുന്നവരാം ദൈത്യജാതികൾ. അവർക്ക് ഈ മായയിൽ കടന്ന് കുടുങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാ. അങ്ങനെ അവരത് സാമാന്യനല്ല ഞാനെന്നു ചൊല്ലും കേശി അതേവിധം. ഞാനേ സാമാന്യനല്ല എന്നൊരാൾ പറഞ്ഞാൽ മനസ്സിലാക്കാം അയാൾ സാമാന്യനാണ്. സാമാന്യൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ അല്ല എന്നാണല്ലോ പറഞ്ഞത്. അതെ, ഈ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് കളങ്കമില്ല. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളോട് പറയാം, ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാപ്പ എന്ന് പറഞ്ഞാൽ തിന്നാനുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ. കുട്ടികൾ അപ്പോൾ ഓടി വരും. നേരെ മറിച്ച് നീ കളിക്കണ്ടെന്ന് പറഞ്ഞാലോ അവർ കളിക്കും. അപ്പോൾ കളിയിനേക്കാൾ ആവശ്യമുള്ളൊരു സാധനമാണ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരു സ്വഭാവത്തിൽ നിന്ന് വേറൊരു സ്വഭാവത്തിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിൻ്റെ പോരായ്മകൾ അവർ മനസ്സിലാക്കിയാലല്ലേ ഉയരുള്ളൂ. ഇപ്പോൾ കള്ള് കുടിക്കണവനോട് കള്ള് കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. കള്ള് കുടിച്ച് ചെന്നാൽ അച്ഛനോ ഏട്ടനോ 2 കിട്ടും ചെവിക്കുറ്റിക്കെന്ന് മനസ്സിലാക്കിയാലോ നിർത്താണ്ടിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായി അപഗ്രന്ഥിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഉൾക്കൊള്ളാത്തവരോടൊന്നും പറയാനും പറ്റില്ല. അരിഷ്ടൻ വരെയും പോലുള്ളവരെ പോലെയല്ല ഞാൻ. ഇദ്ദേഹം മേന്മ പറയാം. ഇപ്പോൾ അടുത്ത് അരിഷ്ടാസുരവതാണ് നടന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ ഭഗവതം നടന്നു. അങ്ങനെ പലവരും പോയി നേരെ മേപ്പിട്ട് പോയി. വന്ന വഴിക്ക് പോയില്ലേ അവർ. അങ്ങനെയാണ്. അപ്പോൾ ഇവർ പറയും, ഞാൻ അരിഷ്ടനെ പോലൊന്നും അല്ലാട്ടോ, ഞാനേ കാര്യം നടത്തിയിട്ടേ പോവുള്ളൂ. സന്തോഷം. അരിഷ്ടൻ വരെയും പോലുള്ളവരെ പോലെയല്ല ഞാൻ. അന്തപുരത്തിലെ വണ്ണം അഹങ്കാരം പുലമ്പുപോൻ. വലുതാം കൺകളും വായും കഴുത്തും നീചബുദ്ധിയും. ഇപ്പം കൺകൾ വലുതായി, വായ വലുതായി, കഴുത്ത് വലുതായി, സാരമില്ല. നീചബുദ്ധിയായ ബുദ്ധിമുട്ടായി. കണ്ണ് കാണാത്തവന് നീചബുദ്ധിയായ ബുദ്ധിമുട്ടായി. കണ്ണ് കാണില്ല എന്നുള്ളതൊരു പോരായ്മയല്ല, നീചബുദ്ധിയായ പോരായ്മ. അപ്പോൾ കഴുത്തും നീചബുദ്ധിയും പോണ്ടൊരാ ദുഷ്ടസത്വത്തെ കണ്ടു പേടിച്ചു സർവരും. അപ്പോൾ സത്വം എന്ന് പറഞ്ഞാൽ ഭൂതം എന്നർത്ഥം. കാറ്റിനെ തല്ലിയും വാലാൽ വാലുകൊണ്ട് കാറ്റിനെ തല്ലാന്ന് പറഞ്ഞാൽ ഓടുമ്പോൾ എന്ത് വേണം? വാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. അതന്നെ തല്ലുക എന്ന് പറഞ്ഞത് കവിഭാവന. കുളമ്പാൽ മണ്ണുയർത്തിയും ഓടി വന്നിടും അതിനെ തടയാൻ ഗോകുലാധിപൻ. നന്ദഗോപുര് ഇതിപ്പോൾ എന്താ ഈ ഒരു സത്യം വരുന്നത്? നമ്മുടെ ഗ്രാമത്തിലേക്കാണല്ലോ വരുന്നത്. ഓടി വന്നിടും അതിനെ തടയാൻ ഗോകുലാധിപൻ പടിവാതിലടപ്പിച്ചും. ഗേറ്റുണ്ട്. പടിവാതിലടപ്പിച്ചും ഫലമില്ലൊരു ക്ലേശവും. വിളിച്ചാൻ കൃഷ്ണനെ തന്നെ വീണ്ടും വീണ്ടും മഹാമതി. അൾട്ടിമേറ്റ് സഹായം ചെയ്യുന്ന ആൾ ആരാ? കൃഷ്ണൻ. ആര് സഹായം ചെയ്തില്ലെങ്കിലും കൃഷ്ണ കൃഷ്ണ മഹാബാഹോ എന്ന് വിളിച്ചാൽ മതി. നീയല്ലാതെ ശരണമില്ല എന്ന് പറഞ്ഞാൽ മതി. കൃഷ്ണനെ തുണച്ചാൽ കൃഷ്ണനെ സ്മരിച്ചാൽ നടക്കാത്ത കാര്യമില്ല. അപ്പോൾ പടിവാതിലടപ്പിച്ചും ഫലമില്ലൊരു ലേശവും വിളിച്ചാൻ കൃഷ്ണനെ തന്നെ വീണ്ടും വീണ്ടും മഹാമതി. അപ്പോഴേക്കും മുകുന്ദൻ്റെ മുമ്പിലെത്തി മനോജവൻ. മതിൽ ചാടിക്കടന്നൊറ്റ ചാട്ടത്താൽ ആ ഭയങ്കരൻ. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് കൃഷ്ണൻ നന്ദഗോപുരത്തെത്തുമ്പോഴേക്കും മതിൽ ചാടി വന്ന കേശി ഭഗവാന്റെ മുമ്പിലെത്തി. അതാണ് ചാടിക്കടന്ന് ഒറ്റ ചാട്ടത്താൽ ആ ഭയങ്കരൻ പിന്തിരിഞ്ഞരവിന്ദാക്ഷൻ ഉണ്ണിയെ തന്നെ നിർദ്ദയൻ ചവിട്ടി ഇരുകാൽ കൊണ്ട് വന്നു. ഒരു എബോട്ടനടിച്ചു. തൻ്റെ 2 കാലുകൊണ്ടൊരലക്കലകി.
കൃഷ്ണനെ തള്ളി മാറ്റാൻ വേണ്ടി. പിന്തിരിഞ്ഞരവിന്ദാക്ഷൻ ഉണ്ണിയെ തന്നെ നിർദ്ദയൻ ചവിട്ടിയുരുകാൽ കൊണ്ട് എമ്മട്ടോ ദുഷ്ടദാനവൻ. എങ്ങനെ ചവിട്ടിയതെന്നും ആർക്കും അറിയില്ല. ബലാനുജൻ ബലഭദ്രസ്വാമിയുടെ അനിയൻ വന്യമാലയെഴും തന്മാറിൽ ആവിധം കാണിക്കും കാലു രണ്ടും താനൊന്നായി കൂട്ടിപ്പിടിച്ചുടൻ. എന്നാൽ ഇയാൾക്ക് ചവിട്ടാൻ പറ്റുമോ? എങ്ങനെ പറ്റുക? ഈ ലോകത്തിൻ്റെ നിയന്താവായിരിക്കുന്ന ജഗതീശ്വരനെ ചവിട്ടാൻ മാത്രം ഒരു ജീവി ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഇല്ല. നമ്മൾക്ക് പറയാം, പലതും പറയാം, അതിലൊന്നും സാധൂകരണില്ല, സാധിക്കാത്തതാണ്. അപ്പോൾ തൻ്റെ നേർക്ക് വരുന്ന ആ ഇരു കാലുകളും കൂട്ടിപ്പിടിച്ചു പോകാൻ. ഭഗവാൻ ചെറുതോ വലുതോ എന്നല്ല. ഭഗവാൻ അണുവിലും വെച്ച് അണുവാണ്, വലുതിലും വെച്ച് വലുതാണ്, ബൃഹത്തിലും വെച്ച് ബൃഹത്താണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഫോം ഉണ്ടോ അതൊക്കെ ഭഗവാൻ എടുക്കാം. അതിനാരുടെയും ശുപാർശ വേണ്ട. ബലാനുജൻ വന്യമാലയെഴും തന്മാറിലാവിധം കാണിക്കും കാലു രണ്ടും താനൊന്നായി കൂട്ടിപ്പിടിച്ചുടൻ എറിഞ്ഞാൻ 100 വിൽപ്പാട് ദൂരത്തേക്ക് വിമൂഢനെ. വിൽപ്പാട്, ഒരു വില്ല് ശരാശരി ഒരാളുടെ ഉയരത്തിനേക്കാൾ ഉണ്ടാവും ഒരു വില്ല്. അതങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാണമ്പിൽ ഈ തൂവല്, ശരത്തിൻ്റെ തൂവല് വെച്ച് വലിക്കുക. അപ്പോൾ ഈ കയ്യിൻ്റെ പൊക്കം, അപ്പോൾ വില്ലിൻ്റെ പകുതി മേപ്പെട്ടാവും നിൽക്കുക. അതിൽ അഭിമന്ത്രിക്കുകയാണ്, നേരിക്കുന്നതല്ല. ഈ തോക്ക് വെടി വയ്ക്കുന്ന കൂട്ടത്തിലല്ല വില്ലിൻ്റെ പ്രയോഗം. വില്ല് ഏറെക്കുറെ ഈ മിസൈൽ പോണ കൂട്ടത്തിലാണ് പോവുക. അതെങ്ങനെയാടോ പറയാം. അഭിമന്ത്രിക്കുന്ന മന്ത്രത്തിൻ്റെ ശക്തി ഈ അമ്പിനുണ്ടാവും. അത് മഴയായിട്ട് വരണമെങ്കിൽ മഴ, തീയായിട്ട് തീരണമെങ്കിൽ തീയ, പർവ്വതമായിട്ട് വീഴണമെങ്കിൽ പർവ്വതം, സമുദ്രമായി തീരണമെങ്കിൽ സമുദ്രം. അത് അഭിമന്ത്രിക്കുന്ന രീതിയിലാണ്. മന്ത്രത്തിൻ്റെ ശക്തിയാണ്, ഉപാസനാശക്തിയാണ്. അപ്പോൾ നമ്മൾ നാമം ചെല്ലുമ്പോൾ അതിനൊരു ഗുണമില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ നാമം ചെല്ലുന്നില്ല? ഒന്നും വേണ്ട. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമൻ്റെയും കൃഷ്ണൻ്റെയും ഹരിയുടെയും മൂന്ന് ദേവത, പിന്നെ ഭഗവാന്മാരുടെ പേരാ. ആ ഭഗവാന്മാരുടെ പേര് നാമിയുടെ ഗുണങ്ങൾ നമ്മൾക്ക് വരാതെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കലിസന്ധരണ ഉപനിഷത്താണത്. കലികാലത്തെ സന്ധരണം ചെയ്യാൻ പറ്റിയതാണ്. അതറിഞ്ഞിട്ടും ആരും ജപിക്കണില്ല. കാരണം എന്താ? സമയമായില്ല പോലും. നേരാവാൻ സമയമായിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എറിഞ്ഞാൻ 100 വിൽപ്പാട് ദൂരത്തേക്ക് വിമൂടനെ മോഹാലസ്യമുടൻ തീർന്ന് വീണ്ടും ആ മതികെട്ടവൻ, ആ വിവരദോഷി എന്ന് പറഞ്ഞ മതികെട്ടവൻ, വീണ്ടും ആ മതികെട്ടവൻ എണീറ്റോടി പിടഞ്ഞെത്തി വായ്പിളർന്നു മുകുന്ദനെ കടിച്ചു. ഓ, തർക്കടൊന്നുമില്ല. കാലിൻ്റെ പ്രയോഗം നടന്നില്ല എന്നാ വായേ ആയിക്കോട്ടെ. എണീറ്റ് ഓടി പിടഞ്ഞെത്തി വായ്പിളർന്നു മുകുന്ദനെ കടിച്ചു. കുതറിയിടാനോർത്ത് ആ അഗാന്ധകനെ, അതെ, ആ അഗാന്ധകൻ പാപത്തിൻ്റെ അവസാനമുള്ള ആളെന്നർത്ഥം. പാപങ്ങളെ മാറ്റുന്നതാരാ? ഭഗവാൻ. ആ സ്ഖലൻ, അതെ, കുതറിടാനോർത്ത് അഗാന്ധകനെ. ആ സ്ഖലൻ എന്താണ്? ഖലൻ എന്ന് പറഞ്ഞാൽ മൂഢനേക്കാൾ 100 ഇരട്ടി. ഖലൻ ഗുഹ പോലുള്ളൊരാ വായിൽ വേഗം സർവഗുഹാശയൻ പൊന്നിൻ വളകിലെങ്ങിടും ഓമൽ തൃക്കൈ കടത്തിനാൻ. ഇതാണ് ഡയറക്ഷൻ. ഗുഹ പോലുള്ളൊരു വായിൽ, ആരുടെ? കേശിയുടെ ഗുഹ പോലുള്ളൊരു വായിൽ വേഗം സർവഗുഹാശയൻ. അർത്ഥം പറയണം. സർവഗുഹാശൻ, എല്ലാ ജീവജാലങ്ങളുടെയും ഗുഹയായിരിക്കുന്ന ഗഹുരത്തിൽ കിടക്കുന്നവൻ.
ആരെ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന ഈശ്വരൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു. നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ ഗുഹാശൻ, സർവഗുഹാശൻ എന്നുള്ളത് ഞാനെപ്പോഴും സർവ്വജീവഗുഹാശൻ എന്ന് പറയും. കാരണം എന്താ, ആൾക്കാർക്ക് ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ, അത്രയേ ഉള്ളൂ. പൊന്നിൻ വളകിലെങ്ങിടും മോമൽ തൃക്കൈ കടത്തിനാൻ ബകന്നു തൊണ്ടയിൽ പണ്ടു തീയായി തോന്നിയ മാതിരി. ആ കൊക്കിൻ്റെ രൂപത്തിൽ വന്ന ബകന് എങ്ങനെയാണ് ഭഗവാന്റെ ശരീരം ഒന്നായിട്ട് തീയായിട്ട് തോന്നിയത്, അതേപോലെ ചെന്താമരത്തണ്ട് പോലെ കണ്ടൊരാ നീണ്ട കൈയുടൻ, ചെന്താമരത്തണ്ട് പോലെ കണ്ട ഒരു ആ നീണ്ട കൈയുടൻ, ആജാനബാഹു എന്നർത്ഥം പറയേ, നീണ്ട കൈയുള്ളവനെ. ഒരാൾ നീണ്ടെന്ന് പറഞ്ഞിങ്ങനെ നിന്നാൽ കൈപ്പത്തി മുട്ടിൽ തൊടും, കുഞ്ഞിട്ടല്ല കുനിയാണ്ട്. ഒരലക്കലക്കീറുണ്ടെങ്കിലേ മാറി നിന്നാൽ അടി കിട്ടാണ്ടിരിക്കില്ല, അത്ര നീളമുള്ള കൈ അദ്ദേഹത്തിന്. ആജാനബാഹു, ആ വാക്കൊക്കെ പഠിക്കണം. ബകന്നു തൊണ്ടയിൽ പണ്ടു തീയായി തോന്നിയ മാതിരി ചെന്താമരത്തണ്ട് പോലെ കണ്ടൊരാ തീ നീണ്ട കൈയുടൻ തീയിൽ ചുട്ടുപടിപ്പിച്ച കാരിരുമ്പിന്നുലക്കയായി. ഒരു കാരിരുമ്പിൻ്റെ ഉലക്ക പോലെ തോന്നി ചുട്ടുപഴുത്തത്. അതോടുകൂടി വായയിലെ പല്ലൊക്കെ പടപടാന്ന് വീണു, ശ്വാസം മുട്ടി മരിച്ചു തന്നെ. അപ്പോൾ തീയിൽ ചുട്ടുപഴുപ്പിച്ച കാരിരുമ്പിന്നുലക്കയായി തോന്നുമ്പോഴേക്കും പെട്ടെന്നു പല്ലൊക്കെയും അടർന്നു പോയി. ദൈത്യനും പുകൾ പൂണ്ടുള്ള പൂഷാവിനോട് തുല്യമായി. പുകൾ പൂണ്ടുള്ള പൂഷാവ് ആരറിയോ? യക്ഷയാഗത്തിൽ ദക്ഷപ്രജാതിയുടെ ദക്ഷയാഗം, ഞാൻ എഴുതിയത് തെറ്റാ, യക്ഷയാഗമല്ല ദക്ഷയാഗം. ഞാൻ തന്നെ നിശ്ചയിച്ചപ്പോൾ ഈ വാക്ക് ഇവിടുന്ന് കിട്ടിയതുള്ളത്, ഞാൻ തന്നെ എഴുതി വെച്ചത്. അത് ഞാൻ എഴുതി ഇതാക്കിയ പകരം പിന്നെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്, എന്തോ അർത്ഥം ശരിയായില്ലല്ലോ. ഇതാണ് എൻ്റെ അവസ്ഥ. ദക്ഷയാഗത്തിൽ ഹോമം ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഈ കമ്മണ്ടലൂലത്തെ വെള്ളമൊക്കെ തെളിച്ച് ഓടിക്കപ്പെട്ട ശിവപാർഷദന്മാർ തിരിച്ചു പോയി കാര്യങ്ങളൊക്കെ നാരദർ അവിടെ എത്തി പറഞ്ഞു ശിവനോട്. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു, തൻ്റെ ജഡയത്തെ ജഡോട് അടിയടിച്ചു നിലത്ത്. അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ഉൽപ്പന്നമായി അവർ ഭൂമി കുലുക്കി അവിടെ പോയി. ബാക്കി അപ്പോൾ ഈ പൂഷാവ് പല്ല് വിളിച്ച് ചീർക്കുകയാണ്, കൊടുത്തൊരടിയായിരുന്നു, പല്ലൊക്കെ താഴ്ത്തു പോയി. അതേപോലെ ദൈത്യനും പുകൾ പൂണ്ടുള്ള പൂഷാവിനോട് തുല്യമായി പല്ലൊക്കെ പോയി. വേണമെങ്കിലുടൻ പുത്തൻ വെപ്പിക്കാമെന്ന മട്ടിലായി. ഇതാരുടെ ശുണ്ടോ? ഈ രണ്ടുപേരി ആരുടെ ശുണ്ടോ? വ്യാസരുടെ അല്ല. ഈ രണ്ടുപേരി താമരശ്ശേരി കൃഷ്ണൻ പട്ടിതരുടെ. കാരണം ഈ വെപ്പ് പല്ലിനെ പറ്റി അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ല, അങ്ങനെ പറയാ. അതാണ് വേണമെങ്കിലുടൻ പുത്തൻ വെപ്പിക്കാമെന്ന മട്ടിലായി. ഇതാണ് സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായിട്ട് അവരവരുടെ കഴിവിനെ ഇടിച്ചു കയറ്റുക. പറഞ്ഞോ? കാരണം വ്യാസരുടെ കാലത്ത് ഈ പല്ല് മാറ്റി വയ്ക്കണ പരിപാടിയില്ല. എന്നാൽ താമരശ്ശേരി കൃഷ്ണൻ പട്ടിതരുടെ അവളുടെ ജീവകാലം നമ്മളീ കുറേശ്ശെ അങ്ങനെയൊക്കെ വരുന്നുണ്ടായി. പല്ലുപോലും തറയ്ക്കാത്ത പരാൽപരണിയാവിധം, പല്ലുപോലും തറയ്ക്കാത്ത പരാൽപരണിയാവിധം, നൊണ്ണാലമർത്തിന തൊണ്ണെന്നാണ് നമ്മൾ പറയാം. വിധം നൊണ്ണെന്നാണ് ശരിക്കുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ലേ? നൊണ്ണാൽ അമർത്തിനാൻ വീണ്ടും വീണ്ടും വിശ്വേകനാഥനെ. ഈ തൊണ്ണോണ്ട് അമർത്തുമ്പോൾ ചിലപ്പോൾ പഴംപൊരിയും കൂടി മുറിഞ്ഞോളണമെന്നില്ല. പഴംപൊരി കൂടി മുറിയില്ല, തൊണ്ണോണ്ട് അമർത്തിയ ചിലപ്പോൾ കേട്ടോ. അപ്പോൾ വേണമെങ്കിലുടൻ പുത്തൻ വെപ്പിക്കാമെന്ന മട്ടിലായി പല്ല് പോലും തറയ്ക്കാത്ത പരാൽപരണിയാവിധം നൊണ്ണാൽ അമർത്തിനാൻ വീണ്ടും വീണ്ടും വിശ്വൈകനാഥനെ. പൂങ്കരം പുഷ്ടി പൂണ്ടിയുടെ പൂങ്കരം, പൂ സമാനമായിട്ടുള്ള കയ്യെ അങ്ങോട്ട്
പുഷ്ടി അങ്ങോട്ട് കാറ്റങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വലുതാക്കി പുഷ്ടി പൂണ്ടിയുടെ ശ്വാസം മുട്ടിയതാനവൻ ഉടലാകെ വിയർത്തും കൊണ്ട് ഒന്നും വയ്യാതെയായവൻ ഒന്നും പറയാൻ വയ്യ. മലർന്നു വീണുതൻ കയ്യും കാലും തല്ലി മരിച്ചുടൻ. കഴിഞ്ഞു പരിപാടി. മലർന്നു വീണു തൻ കയ്യും കാലും തല്ലി മരിച്ച് ഉടൻ മോക്ഷവും കൊണ്ടുമേൽ പോട്ടെ. അവർ ഫ്രീ പാസ് കൊടുത്തു ഭഗവാൻ. കാരണം ഏതായാലും എന്നാൽ വധിക്കപ്പെട്ടവനല്ലേ, എന്നാ ഈ പാസ് അവിടെ കാണിച്ചോ, മോക്ഷം, ഇനി നമുക്ക് ജന്മൊന്നും വേണ്ട. മോക്ഷവും കൊണ്ടുമേൽ പോട്ടേക്കോടിനാൻ ബിരുദാർന്നവൻ. ഓടേണ്ടും ആവശ്യകതയില്ലെന്നാകിലും ആ മഹാൻ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആ മഹാൻ എന്തോ മുൻപതിവാൽ മാത്രം ഓടി ആനന്ദവിഹ്വലൻ ദൈത്യദേഹത്തിൽ നിന്നോമൽ തൃക്കൈയൂരി മഹാഭുജൻ. അപ്പം എന്തോ മുൻപതിവാൽ മാത്രം ഓടിയതാണ് വിഹ്വലൻ. അതായത് കുതിരയാകുമ്പോൾ ഓടാണ്ടിരിക്കുമോ, ഓടി ദൈത്യദേഹത്തിൽ നിന്ന്, അതായത് ആസുരീയമായ വായിൽ നിന്ന് ഓമൽ തൃക്കൈ ഊരി മഹാഭുജൻ ഭഗവാൻ വിളങ്ങി രാഹു നിർമുക്തനായ ചന്ദ്രൻ്റെ മാതിരി. രാഹുവാൻ ഗ്രസിക്കപ്പെട്ട ചന്ദ്രൻ, രാഹുഗ്രസ്തൻ, ദൈത്യദേഹത്തിൽ നിന്നോ ഓമൽ തൃക്കൈയൂരി മഹാഭുജൻ വിളങ്ങി രാഹു നിർമുക്തൻ. രാഹു വിട്ട ചന്ദ്രനെ പോലെ നിർമുക്തനായ ചന്ദ്രൻ്റെ മാതിരി വിളങ്ങി. ആ ഉപമകളൊക്കെ അതാണ് ഭാഷാ സൗകുമാര്യം ഉണ്ടായാൽ മതി. എങ്ങനെ ഉണ്ടാവുക? സ്വയം ഉണ്ടാവും. വായിക്കണം, വായിക്കുക. അതിൽ 24-ാമത്തെ ശ്ലോകം. വിസ്മയപ്പെട്ടുടൻ വിണ്ണോരേവരും പനിനീരിനാൽ. ദേവലോകത്ത് വിസ്മയപ്പെട്ടുടൻ വിണ്ണോരേവരും പനിനീരിനാൽ തണുപ്പിച്ച നറുംപൂക്കൾ വാരി വർഷിച്ചു നിൽക്കവേ. ആരുടെ മേലേക്കാണ് ഈ പൂവ് വീണത്? അവർക്കൊക്കെ പനിനീരിൽ മുക്കിയിട്ടുള്ള പൂവെന്നാ. പനിനീർ പൂവല്ല, ദേവലോകത്തുള്ള പൂക്കൾ പനിനീരിൽ മുക്കിയിട്ടിട്ടു. കാരണം എന്താ, എല്ലാവരും ഈ കേശിയുടെ മുഷ്ക് കണ്ട് പരിതപ്തന്മാരായിട്ട്, ചൂട് BP കൂടിയിട്ടായിരിക്കണതേ. അപ്പോൾ അവരൊക്കെ ഒന്ന് കുളിർപ്പിക്കണ്ടേ. അപ്പോൾ ഭഗവാൻ വിചാരിച്ചാൽ ഇത്ര ആൾക്കാരെ ഒന്നായിട്ട് കുളിർപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഒരാളുടെ കാര്യം ഈ അപ്പീൽ നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോൾ ഒക്കെ ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ അനർഹമായതൊന്നും ചോദിക്കരുത്, അർഹമായത്. അപ്പോൾ അനർഹമായതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയിൽ മുന്നേറണം. അതാണ്. അപ്പോൾ തണുപ്പിച്ച നറും പൂക്കൾ വാരി വർഷിച്ചു നിൽക്കവേ ഇളം പനം ഭട്ടയൊടിക്കും ആനക്കിടാവിനെ പോലെ വിളങ്ങി നാഥൻ. ഇളം പനം ഭട്ട ഒടിക്കും ആനക്കിടാവിനെ പോലെ. എന്താ വലിയാനാന്ന് പറഞ്ഞില്ല, അങ്ങനെ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ചെറിയ ആന ഇളം പട്ട എങ്ങനെയാണ് പൊട്ടിക്കുക, അതേപോലെ പൊട്ടിച്ചു എന്നാ. ഇളമ്പനം പട്ടയൊടിക്കും ആനക്കിടാവിനെ പോലെ വിളങ്ങി നാഥൻ. അഹങ്കരിക്കാത്തവർ വാഴ്ത്തി മിന്നും അനന്ത കല്യാണ ഗുണാഭിരാമൻ. എന്താ ഭഗവാന്റെ വിശേഷണം അവിടെ പറഞ്ഞത്? അഹങ്കരിക്കാത്തവരെ സ്തുതിക്കണം. വാഴ്ത്തി മിന്നും അനന്ത കല്യാണ ഗുണാഭിരാമൻ. അനന്തം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തത്, അറ്റമില്ലാത്തത്. അനന്ത കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപൻ എന്നർത്ഥം. മംഗള ഗുണാഭിരാമൻ. അങ്ങനെ 25-ാമത്തെ ശ്ലോകം കൊണ്ട് ആ 91-ാമത്തെ സർഗം കഴിഞ്ഞു. കേശിവധം. ഇത് ശ്രീകൃഷ്ണ കഥാ മൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകനവതിതമ സർഗ. 90+1 ഏകനവതിതമ സർഗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ
അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.